വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങളുടെ സമ്മറിയുടെ പോയിന്റ്സ് ഇതൊക്കെയായിരുന്നു. That is, the particle velocity and acceleration during SHM as functions of time are given by particle velocity ഇങ്ങനെയാണ് -ωA sin ωt plus phi. And acceleration is given by -omega squared a cos omega t plus phi. അഥവാ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് -omega squared x of t എന്ന് എഴുതാം. And thus we see that both velocity and acceleration of a body executing simple harmonic motion are periodic functions having the velocity amplitude omega a, where we subscript m, and acceleration amplitude, that is a subscript m, which is equal to omega squared a. This is omega squared a respectively. ഇപ്പൊ നമ്മൾ കണ്ട പോയിന്റ് ആണ്. അപ്പോ ഇത് കണ്ടുല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് 14.6 force law for simple harmonic motion. ഫോഴ്സ് ലോ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അറിയാം. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇസ് F is equal to ma. ഒരു പാർട്ടിക്കിൾ ആക്സിലറേഷൻ, ഒരു SHM നടക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ -omega squared x of t. നമ്മളിപ്പോ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വെച്ച് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു SHM അണ്ടർഗോ ചെയ്യുന്ന ഒരു m മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിന്റെ അനുഭവപ്പെടുന്ന, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നുള്ളത്, അത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണെന്ന് നമുക്ക് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ of mass m undergoing SHM is given by, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, f of t ആണ്, which is equal to ma, and that is given by mass into നമ്മുടെ acceleration എന്ന് പറയുന്ന SHM ന്റെ അകത്ത് acceleration is given by -omega squared x of t. So f of t is equal to -m omega squared x of t. ഇതാണ് നമ്മളുടെ ആ പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സ്. സപ്പോസ് നമ്മൾ k എന്ന് പറയുന്നത്, ഈ m omega square എന്ന് പറഞ്ഞ ഈ ക്വാണ്ടിറ്റിക്ക് ഞാൻ k എന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കാം. m omega square k എന്ന് കൊടുക്കുകയാണെങ്കിൽ then എനിക്ക് f of t എങ്ങനെ എഴുതാൻ സാധിക്കും? f of t is equal to -k x of t എന്ന് എനിക്ക് എഴുതാമല്ലോ. ഓക്കെ, സോ ഞാനിവിടെ എന്താ k എന്ന് പറയുന്നത് m omega square k എന്നാണ് ഞാൻ കൊടുത്തത്. സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ അത് m ഇൻറ്റു മാസ് ഇൻറ്റു ആംഗിൾ ഓഫ് ഫ്രീക്വൻസി സ്ക്വയർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി k ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ദെൻ നമ്മൾ എങ്ങനെ ഡെറൈവ് ചെയ്തു? അപ്പൊ ഇതിൻ്റെ അകത്ത് എനിക്ക് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എങ്ങനെ എഴുതാം? ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് k/m ആണ്, വിച്ച് ഇംപ്ലൈസ് ഒമേഗ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി എനിക്ക് √k/m എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കുക, നമുക്കറിയാം ഫോഴ്സും ആക്സിലറേഷനും എങ്ങനെയാണ്, ഒരേ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഫോഴ്സ് എവിടേക്കാണോ ആ ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പം ആക്സിലറേഷൻ എങ്ങനെയാണ്, എപ്പോഴും ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ആയിരിക്കും. ഫോഴ്സ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഓക്കെ, എപ്പോഴും മീൻ പൊസിഷനിലേക്കായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇറ്റ് വിൽ ബി ഡയറക്റ്റിംഗ് ടു മീൻ പൊസിഷൻ. അപ്പൊ നമുക്കറിയാം ഈ മീൻ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു റെസ്റ്റ് പൊസിഷൻ ആണ്. അപ്പം ഒരു ഫോഴ്സ് അതിന്റെ റെസ്റ്റ് പൊസിഷനിലേക്ക് ബോഡി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ മീൻ പൊസിഷനിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിനെ അതർവൈസ് നമ്മൾ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഫോഴ്സ്. അപ്പൊ നോക്കുക, ഈ സിമ്പിൾ ഹാർമോണിക് മോഷനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സിമ്പിൾ ഒരു പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് SHM നമുക്ക് അതിനെ രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം.
ഒന്നെന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വഴി അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ഒരു റിലേഷൻ അനുസരിച്ചിട്ടാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഇസ് സം ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഫംഗ്ഷൻ. ഈ തരത്തിലാണെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് അണ്ടർഗോയിങ് SH എന്ന് നമുക്ക് പറയാം. അതർവൈസ് നമുക്ക് ഈ ഫോഴ്സ് ലോ വെച്ചിട്ടും നമ്മളിപ്പോ ജസ്റ്റ് കണ്ട ഫോഴ്സ് ലോ എന്തായിരുന്നു, എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ഓഫ് ടി. ഇത് വെച്ചിട്ടും ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് ഓഫ് ദിസ് ഫോം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് പാർട്ടിക്കിൾ ഈസ് അണ്ടർഗോയിങ് SH. അപ്പൊ നമുക്ക് നോക്കാം എന്ന് നോക്കിയാൽ നമുക്ക് ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, മൈനസ് എം ഒമേഗ. കെ എന്ന് പറഞ്ഞാൽ മൈനസ് എം ഒമേഗ, കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ ആണല്ലോ. സോ ദിസ് ഇസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് ഓഫ് ടി. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി ദിസ് ഇസ് ദ ഫോഴ്സ് അല്ലേ. അപ്പോ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി എം എ. ആ എം എ എന്നാണ് നമുക്ക് എന്താ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ വന്നത് തന്നെ. ഓക്കെ, എം എ അവിടെ നിന്നാണ് നമ്മൾ ഫോഴ്സസ് എം എ, ആ എക്ക് എക്സ്പാൻഷൻ കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ ഫോമിലേക്ക് എത്തിയത്. ഇനി എക്സ് ഓഫ് ടിയുടെ അകത്ത് നിന്നും എ ഓഫ് ടിയിലേക്ക് ഡിസ്പ്ലേസ്മെന്റ്, ഇഫ് ഇറ്റ് ഇസ് ഗിവൻ ഡിസ്പ്ലേസ്മെന്റ് ആക്സിലറേഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ഓഫ് ടി ട്വൈസ് അല്ലേ. എക്സ് ഓഫ് ടി അത് ഡിസ്പ്ലേസ്മെന്റ് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താലേ എ ഓഫ് ടി കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അതിന്റെ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് എക്സ് ഓഫ് ടി ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എക്സ് ഓഫ് ടി 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് ഫോഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, സോ നമ്മുടെ എഫ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരാനായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു അല്ലെ. എക്സ് ഓഫ് ടി 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോഴാണ് എഫ് ഓഫ് ടി കിട്ടുന്നത്. അതുപോലെ തന്നെ എഫ് ഓഫ് ടിയെ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എക്സ് ഓഫ് ടിയും കിട്ടും. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആവും, മനസ്സിലാവും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പൊ നോക്കുക, നമ്മളുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് മൈനസ് കെ എക്സ് ഓഫ് ടി അല്ലെ. അപ്പൊ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഫോഴ്സും എക്സ് ഓഫ് ടിയും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. ദാറ്റ് മീൻസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഫോഴ്സ് ഇസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു, നമുക്ക് എന്ത് എഴുതാം, ഫോഴ്സ് ഇസ് എഫ് ഓഫ് ടി ഇസ് ലീനിയർലി എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ ഇവിടെ 1 ആയതുകൊണ്ടാണ് യു വിൽ സേ ഇറ്റ് ഇസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു എക്സ് ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ, ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടിക്കിള് ഇങ്ങനത്തെ ഒരു ഫോഴ്സ് കാരണം ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ആ ഒരു പാർട്ടിക്കിളിനെ നമുക്ക് പറയാൻ പറ്റും ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് നമുക്ക് അങ്ങനെ ഒരു പാർട്ടിക്കിളിനെ പറയാൻ സാധിക്കും. കാര്യം ഫോർ ദാറ്റ് പാർട്ടിക്കിൾ ദ ഫോഴ്സ് ഈസ് ഹാവിങ് എ ലീനിയർ, ഫോഴ്സ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു എക്സ് ഓഫ് ടി. ഓക്കെ, പക്ഷെ ചിലപ്പോഴാണെങ്കിൽ ഫോഴ്സിന്റെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ചിലപ്പം സ്ക്വയർ ആവാം, ചിലപ്പോൾ എന്ത് പറയും ക്യൂബ് ആവാം, അങ്ങനെയൊക്കെയും ആവാം. അങ്ങനെയാണെങ്കിൽ ഇൻ ദാറ്റ് കേസ് അങ്ങനത്തെ ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ടിങ് സച്ച് എ ഫോഴ്സ്, അങ്ങനത്തെ പാർട്ടിക്കിളിനെ നമ്മൾ വിളിക്കുന്നത് നോൺ ലീനിയർ ഓസിലേറ്റേഴ്സ് എന്നായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒരു പ്രോബ്ലം ചെയ്യാം. ദിസ് പ്രോബ്ലം ഈസ് 14.6. അപ്പൊ ഈ പ്രോബ്ലം നോക്കാം. 2 identical springs of spring constant K are attached to a block of mass M and to fixed support as shown in the figure. Okay, ഇവിടെ നമുക്ക് 2 സ്പ്രിംഗ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്പ്രിംഗ്, ഇവിടെ മറ്റൊരു സ്പ്രിംഗ്. ആ സ്പ്രിംഗിന്റെ സ്പ്രിംഗ് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് K. സ്പ്രിംഗ് കോൺസ്റ്റന്റ് is given by K. Okay, അപ്പം ആക്ച്വലി നമ്മൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഈ ഒരു K എന്ന് പറയുന്നത് ദിസ് K is the സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ആക്ച്വലി എം ഒമേഗ സ്ക്വയർ ഇസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഓൾസോ. അതിനെ നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, അവിടെ പറഞ്ഞാലും കുഴപ്പമില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഷോ ദാറ്റ് ഇപ്പൊ അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഒരു മാസ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ്സിന്റെ മറ്റു 2 അറ്റങ്ങൾ ഇങ്ങനെ ഒരു സപ്പോർട്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ
show that when the mass is displaced from its equilibrium position on either side, it executes a simple harmonic motion. ഇപ്പൊ ഇതിങ്ങനെ റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്, ഈ മാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇഫ് ഇറ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എവിടേക്കെങ്കിലും ഈ മാസ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ, മാസിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ മാസ്, അതിപ്പോ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ മാസിന് ഒരു മൂവ്മെന്റ് എങ്ങോട്ടോ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എവിടേക്കെങ്കിലും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിക്കണം. ആൻഡ് ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ. ആ പീരീഡ് ഓഫ് ഓസിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഇതർ ത്രൂ ഇറ്റ്സ് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്ക് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം. ഒന്നില്ല ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വഴി യു ക്യാൻ ഷോ ദാറ്റ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓഫ് ദിസ് ഫോം. അതർവൈസ് അതിന്റെ ഫോഴ്സ് ലോ, അതിന്റെ ഫോഴ്സ് ലോ എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ലോ അത് ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം കാണിച്ചാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ അക്കോർഡിംഗ് ടു ദ ഫോഴ്സ് ലോ, ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ്. അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രത്യേകത. അപ്പൊ അതിവിടെ ഉണ്ടാവുന്നുണ്ട് നമ്മൾ കാണിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാം ദാറ്റ് എക്സിക്യൂട്ട്സ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. പിന്നെ നമ്മൾ പീരീഡ് ഓഫ് ഓസിലേഷനും കൂടി കണ്ടുപിടിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മാസ് ഒരു ചെറിയ ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു വിചാരിക്കുക. അത് ഈ മാസ് ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇതിനൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അത് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വലത്തുവശത്തേക്ക് മൂവ് ചെയ്തു. സപ്പോസ് ഇതാണ് അതിന്റെ റെസ്റ്റ് പൊസിഷൻ എന്ന് വിചാരിക്കാം. അതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ഒരു ചെറിയ തരത്തിലൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അപ്പം ഈ ഒരു ബ്ലോക്ക് അത് ഇനീഷ്യലി ഇങ്ങനെയാണ് ആ ബ്ലോക്ക് ഇരുന്നത്. ഇങ്ങനെ ബ്ലോക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഈ സെന്റർ പോയിന്റും ഈ ഇതിന്റെ സെന്റർ പോയിന്റ് ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഇനീഷ്യലി ഈ ബ്ലോക്ക് ഇങ്ങനെയാണ് ഇരുന്നത്. ഇങ്ങനെയാണ് ഇരുന്നത്. ഇതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓക്കെ, അപ്പം ഈ ബ്ലോക്ക് എന്ത് ചെയ്തു, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്തു. ഈ ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ മൂവ്മെന്റ് ആണ് ഈ ആരോയിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തപ്പം ഇപ്പം നമ്മുടെ ബ്ലോക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ ഈ സെന്റർ പോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കും. ഇത് ന്യൂ സെന്റർ പോയിന്റ് മൂവാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. അതാണ് എക്സ് ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പിക്ചർ. അപ്പം എന്ത് സംഭവിക്കും, അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം, അതായത് ഫസ്റ്റ് പൊസിഷൻ ആണ്, ഇനീഷ്യൽ പൊസിഷൻ ആണ്, ഇക്വിലിബ്രിയം പൊസിഷന്റെ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് മാറി. ഇപ്പൊ ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ഈ what will happen to the spring on the left side? ഈ സ്പ്രിങ് എന്ത് പറയും, ഇങ്ങോട്ട് ഈ ബ്ലോക്ക് ഇങ്ങോട്ട് അങ്ങ് മൂവ് ചെയ്തപ്പം ഈ സ്പ്രിങ്ങിന് എന്ത് സംഭവിക്കും, എലോങ്ങേറ്റ് ആവും, അതൊന്ന് നിവരും. പക്ഷെ നേരെ മറിച്ച് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെന്ന് പറ്റും ചുരുങ്ങും. ദിസ് വിൽ അണ്ടർഗോ കംപ്രഷൻ. ഓക്കെ, ഇതിന് കംപ്രഷനും ഈ ഒരു ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് എലോങ്ങേഷനും ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് കംപ്രഷനും സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കുക, അപ്പം ഒരു സ്പ്രിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാൻ പോവാണ്. സ്പ്രിങ്ങിന്റെ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. അപ്പൊ ആ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് ഈ മാസസിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ്. ഓക്കെ, ഇവിടെ രണ്ട് ഫോഴ്സ് ആണുള്ളത്, രണ്ട് സ്പ്രിങ്സ് ആണ് നമുക്കുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്പ്രിങ് അത് കാരണം ഉണ്ടാക്കുന്ന ഫോഴ്സ് F1ഉം റൈറ്റ് ഹാൻഡ് സൈഡിലെ സ്പ്രിങ് അത് കാരണം ഉണ്ടാക്കുന്ന ഫോഴ്സ് F2 ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വിൽ സി F1. ഓക്കെ, സോ F1ൽ നോക്കിക്കേ. അപ്പം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അത് മാസ് എന്ന് പറയുന്നതിന്റെ ഡിസ്പ്ലേസ്മെന്റ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് സംഭവിച്ചു. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. And right hand side like the spring force is in general, it is given by minus kx ആണ്. Okay, spring force in general equation എന്ന് പറഞ്ഞാൽ minus kx ആണ്. അത് അറിഞ്ഞിരിക്കുക. കാര്യം spring force എന്ന് പറയുന്നത് it is opposite in direction to displacement. Okay, ഇത് spring force ആണ്. spring forceന്റെ equation ആണിത്. Okay, spring force എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റിന് നേരെ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യാന്ന് വെച്ചു, ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോഴ്സ് വെച്ചിട്ട് എലോങ്ങേഷൻ സംഭവിച്ചെങ്കിൽ ഈ സ്പ്രിംഗ് ഫോഴ്സ് എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങനെ ചുരുങ്ങാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കും.
നേരെ മറിച്ച് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും സ്പ്രിംഗ് ഫോഴ്സിൽ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ട് അത് സ്പ്രിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ നോക്കുക, ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. അപ്പം ഈ സ്പ്രിംഗ് ഇപ്പം തൽക്കാലം എലോങ്ങേറ്റഡ് ആയി. ഇവിടുത്തെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാരണം ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്പ്രിംഗ് എലോങ്ങേറ്റഡ് ആയി. അതെന്ന് പറയുന്നത് തിരിച്ച് വീണ്ടും ചുരുങ്ങാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് തിരിച്ച് വീണ്ടും ചുരുങ്ങി അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്താനായിരിക്കും ആഗ്രഹിക്കുന്നത്. സോ അവിടെ വരുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇവിടെ നമുക്ക് -kx എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് അപ്പൊ അങ്ങനെ സ്പ്രിങ് ചുരുങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ മാസ് എന്ന് പറയുന്നതിനെ അത് വീണ്ടും ഈ O എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇക്വിലിബ്രിയം മീൻ പൊസിഷൻ ആണ്. അവിടേക്ക് ആ മാസിനെ കൊണ്ടുവരുന്നത്, ലൈക്ക് അത് മാസിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇനി F2 ഈ രണ്ടാമത്തെ സ്പ്രിംഗ് ഫോഴ്സ്, രണ്ടാമത്തെ ഈ ഒരു ഇവിടെ എന്താ സംഭവിക്കുക? ഇതെന്ന് പറയുന്നത് ഇവിടെ ഈ മാസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവുക ചെയ്യുന്നത്. അപ്പൊ കംപ്രസ്ഡ് ആവുന്ന ആ സ്പ്രിങ് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യാൻ തന്നെ തിരിച്ച് അതിന് ഇലോങ്ങേഷൻ അത് ആഗ്രഹിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടുത്തെ സ്പ്രിംഗ് ഫോഴ്സും -kx ആണ്. ഇപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെയാണ്. സോ അതിന്റെ ഇക്വേഷൻ മൈനസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ x ആണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ആക്ച്വലി ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള സ്പ്രിങ് വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മീൻസ് എന്താണ്? ഇങ്ങോട്ട് മാറിയ ഈ ഒരു ബ്ലോക്ക് വീണ്ടും തിരിച്ച് ഈ O എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് പോവാൻ വേണ്ടിയിട്ടായിരിക്കും അതും പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കണേ ഇവിടെ? അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നോക്കുക, അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എപ്പോഴും എന്താണ്? ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും. അപ്പം ആ മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഓക്കെ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ഫോഴ്സും നെറ്റ് അത് ആക്ച്വലി എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. സി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സ്പ്രിങ്ങിന് എലോങ്ങേറ്റ് ചെയ്തുകൊണ്ട് അതിന് തിരിച്ച് കംപ്രസ്ഡ് ആവണം. അത് തിരിച്ച് അതിന്റെ രൂപത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്കിനെ തിരിച്ചതിന്റെ മെയിൻ പൊസിഷനിലേക്ക് എത്തിക്കാൻ അത് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ ഇത് കംപ്രസ്ഡ് ആയതുകൊണ്ട് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അഥവാ ഈ ഒരു ഈ മാസിനെ തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പുഷ് ചെയ്യുന്നു. സോ ഈ ചുരുക്കം പറഞ്ഞ ഈ മാസിനെ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് രണ്ടും കൂടി മെയിൻ പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. സി, ഈ F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങോട്ടും F2 എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഡയറക്ഷനിലാണ്. സോ യു ക്യാൻ ആഡ് ദിസ്, ദാറ്റ് ഈസ് F1 പ്ലസ് F2. ആൻഡ് F1 എന്ന് പറയുന്നത് എന്താണ്? -kx. F2 എന്ന് പറയുന്നത് -kx. ഇപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ആസ് -2kx. അപ്പം ഇവിടെ നോക്കുക, അപ്പൊ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടാണ് കിട്ടിയത്? നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -2kx. അപ്പം ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അത് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ആൻഡ് ഈ ഒരു പ്രത്യേകത, ഈ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് ലോ ഒബേ ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഒബേയിങ് ദ ഫോഴ്സ് ലോ, അഥവാ ദിസ് ഇസ് ദ പെക്യുലാരിറ്റി ഫോർ ദ മോഷൻ എക്സിക്യൂട്ടഡ് ബൈ സിമ്പിൾ ഹാർമോണിക്, ഫോർ ദ പാർട്ടിക്കിൾ വിച്ച് ഇസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്വാളിറ്റിയും കാരണം നമുക്ക് മനസ്സിലാക്കാം മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മോഷൻ ഈസ് സിമ്പിൾ ഹാർമോണിക്. ഇനി നമുക്ക് ടൈം പീരീഡ് ഓഫ് ഓസിലേഷനും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷൻ അറിയാം, 2π/ω. ആൻഡ് നമ്മൾ കണ്ടിരുന്നു ω = √k/m എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടുത്തെ k എന്ന് പറയുന്നത് mω², അഥവാ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? 2k ആണ്. ബിക്കോസ് ഇവിടെ 2k ആണ്, ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വന്നിരിക്കുന്നത് 2k ആണ്. സോ നമ്മുടെ ടി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2π/√2k/m.
ഈ ഡിനോമിനേറ്ററിന്റെ സാധനം മേളിലേക്ക് പോകുമ്പോൾ യു ഹാവ് 2π√m/2k. So this is the time period of resolution. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.